ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ഗുരുവായൂർ വ്ളോഗ് തന്നെയാണ്. ഞാൻ ഇന്നലെയാണ് എത്തിയിനി. അപ്പോൾ ഇന്നത്തെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇന്നലെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നൊരു ബ്രൈഡൽ ഷൂട്ടിന് വന്നതാണ്. അപ്പോൾ ബാക്കി ഇന്നത്തെ വീഡിയോസും ഞാൻ ആദ്യം ഇന്നലത്തെ ക്ലിപ്പ് ഇടാം, എന്നിട്ട് ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ പോകാം. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി 9:15 ബസ്സിന് പോയിട്ട് 9:15 ബസ്സിന് പോയത് ഒരു 10:45 പയ്യന്നൂരേക്ക് എത്തും. 10:45 10:30 പയ്യന്നൂരെത്തും. നമുക്ക് 11 മണിക്കാണ് ട്രെയിന്. പയ്യന്നൂരിൽ നിന്ന് നമുക്കൊരു 10 രൂപേൻ്റെ ദൂരമുണ്ട് കൊച്ചിയിലേക്ക്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടിയിട്ടാണ് പോകുന്നത്. നമ്മളൊരു 10 മിനിറ്റായിട്ടും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും സ്റ്റേഷനിൽ. പിന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ മെയിൻ ടെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് സൈഡ് സീറ്റ് വേണം. സൈഡ് സീറ്റ് കിട്ടിയിട്ടെങ്കിൽ എനിക്ക് അന്നത്തെ കാര്യം പോക്കാണ്. ഇപ്പോൾ സൈഡ് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് തന്നെ പേടിച്ചിട്ടാണ് ഇങ്ങനെ നിന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ അത്യാവശ്യം സ്നാക്സ് എല്ലാം വാങ്ങി വെച്ചിന്. കാരണം വൈക്കുന്ന തിന്നണമെങ്കിൽ നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നമ്മൾ വെയിറ്റൊക്കെ ചെയ്ത് ട്രെയിന് വന്നിട്ടാണ്. സൈഡ് സീറ്റ് തന്നെ എന്തോ ദൈവത്തിന് കിട്ടി. എനിക്ക് ഈ സൈഡ് സീറ്റിലിരുന്ന് പാട്ടൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് പോവാം. പിന്നെ മഴയും കൂടി വന്നാൽ പറയണ്ട, പിന്നെ മഴ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിനി. അങ്ങനെ നമ്മളിങ്ങനെ പോയി. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ഇല്ലാത്തതൊക്കെ ആലോചിച്ച് കൂട്ടി കരഞ്ഞ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. പക്ഷേ നല്ല വൈബായിരിക്കും. നമുക്ക് ഓരോന്ന് ആലോചിച്ചൊക്കെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അങ്ങനെ നമ്മൾ റൂം എടുത്തത്, നമ്മൾ ചെറിയൊരു റൂമാണ് എടുത്തത്. ഞങ്ങൾ ഡെയിലി എടുക്കുന്ന റൂം തന്നെ. അപ്പോൾ റൂം എടുത്തു. നമ്മൾ അങ്ങനെ അമ്പലത്തിൽ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നു. കാരണം പിറ്റേന്ന് നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇന്നും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ആടുന്നതിലോ കോപ്രായം കാണിക്കേണ്ട ഒരുത്തി ഇപ്പോൾ വീട് തന്നെയാണ്. അയ്യോ, നല്ല രസമുണ്ടായിന്. അങ്ങനെ നേരെ അമ്പലത്തിൽ പോലെ ആയിട്ടാണ്. അമ്പലത്തിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഒരു ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സാന്ത്വനം സീരിയലത്തെ ഒരു സേതു എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറിൽ ബിജേഷ് എന്ന് പറഞ്ഞിട്ടുണ്ടപ്പോൾ. അപ്പോൾ ആ ഏട്ടനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിന്. ആളൊരു നല്ല ക്യാരക്ടറായിട്ടാ ചങ്ങേണ്ടത്. കാരണം എന്താ, ഒരു ഈ ഫേമസ് ആയ ആൾ അങ്ങനത്തെ ഒരു ഇതുമല്ല. അയാൾ നമ്മളൊരു ബ്രദർ അങ്ങനത്തെ ഒരു വൈബാണ് ആളുമായിട്ട് നമുക്ക്. അപ്പോൾ ആളുടെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മളെ നാട്ടിലിങ്ങനെ ആന കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആനേനൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര ഒരു എന്താ പറയുക, ആന അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡാണ് നിനക്കിത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സമയം ആടിങ്ങനെ ചുറ്റി. പിന്നെ ഭയങ്കര തണുപ്പുണ്ടായിന്. ആടാൻ വേണ്ടി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു മഴയില്ലെങ്കിലും ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ആടെ ഉണ്ടായിന്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഏട്ടൻ. അത്യാവശ്യം എല്ലാവർക്കും അറിയാണ്ട്. പിന്നെ പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ബാക്കിൽ പോകുമ്പോൾ ഓരോരോ ആൾക്കാരെ ഏട്ടനോട് വന്നിട്ട് സെൽഫി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കെന്തോ അല്ലേ. കാരണം ഇത്രയും ഫേമസ് ആയ പേര് നമ്മളിങ്ങനെ പോകുമ്പോൾ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊക്കെ എന്തോ പോലെ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഞാൻ പോയ സമയത്തിനൊക്കെ ഇങ്ങനെ ഉണ്ടായിന്. ഇത് പണ്ടേ ഇല്ല പരിചയമാണെങ്കിലും നമുക്ക് ആളെ കാണുമ്പോൾ നമുക്കൊരു പുതുമ, അയ്യോ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് നമുക്ക് വരും എപ്പോൾ. അത് മാത്രമല്ല ഇന്നല്ല, കഴിഞ്ഞ നമ്മളിങ്ങനെ എപ്പോൾ പോകുമ്പോൾ ആൾക്ക് ഫ്രീ ഉണ്ടാകുമ്പോൾ ആൾ വരും. ആൾക്ക് ഫ്രീ ഉണ്ടാകുമ്പോൾ കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളുള്ള ആളുണ്ട്. അപ്പോൾ എപ്പോൾ നമുക്കിങ്ങനെ വിളിച്ചാൽ വരണം എന്നില്ല. പക്ഷെ അപൂർവ നിമിഷത്തിൽ ഇങ്ങനെ വരും. വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്താ, നമ്മളങ്ങനെ അയാൾ കെയർ ചെയ്തിട്ടായിരിക്കും ആ ഒരേട്ടൻ കൊണ്ടുപോലെ. അത്രക്ക് നല്ലൊരു ആളാണ് കേട്ടോ. കാരണം നമ്മളെ ഫാമിലി അങ്ങനെ തന്നെ പറയാം. നമ്മളെ ഫാമിലിയിൽ നമ്മൾ ഒരുമിച്ച് പോയാൽ പോലും നമുക്ക് ഈ ഒരു കെയറോ കാര്യങ്ങളോ കിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രക്ക് അടിപൊളിയായിട്ടുള്ള ഒരാളാട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആളുമായിട്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഭയങ്കര എന്താ പറയുക, മനസ്സൊന്ന് സമാധാനമായിട്ട് ഇങ്ങനെ ഇരുന്നു എന്ന് പറയാം. ഞാനിങ്ങനെ എനിക്ക് പോണം തോന്നുമ്പോൾ ഞാനിങ്ങനെ ഒറ്റക്കായാലും പോയി ഒരു കുറേ സമയം അവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒറ്റക്കൊക്കെ പോകുമ്പോൾ ഞാൻ അധികം അങ്ങനെയാണ് ചെയ്യല്. ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കും. നമ്മളെ മനസ്സിലെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കൊരു മനസ്സമാധാനമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കല്ല, നമ്മളെ കൂടെ ആരെല്ലാം ഉണ്ട് എന്നുള്ളൊരു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ അങ്ങനെ പാതിരാത്രി നവനീത് നവനീതും ടൂറിസ്റ്റ് ഹോമിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ബിച്ചുസ്മാരും നമ്മുടെ പ്രിയപ്പെട്ട
വാവൂസും വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ മാത്രം പറയുന്നില്ലെങ്കിൽ അതെനിക്ക് അയച്ചിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടത്. ശരി. അപ്പോ ഞങ്ങളിത് ഇവിടെ ഇവരെ പിക്ക് ചെയ്തു. ഇപ്പൊ സമയം രാത്രി കറക്റ്റ് 1:10 ബാക്കിയൊക്കെ നേരിൽ കാണാം. ബൈ. അപ്പൊ നമ്മൾ ഇറങ്ങിട്ട് വരാം. ബൈ. അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇതാ ഡേ 2 ആണ്. നമ്മൾ രാവിലെ ഒരു 5 മണിയെല്ലാം എണീച്ചിട്ടുണ്ടായിനി. ആളുടെ സാരി വന്നിട്ട് ഒരു ക്രീം കളർ സാരിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബ്ലൗസിന്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് സിൽക്കാണ് സാരി വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് ഇന്നലെ രാത്രിക്ക് തന്നെ കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളതും. ഇപ്പോൾ ഹെയർ സ്റ്റൈലാണെങ്കിലും ആൾക്കൊരു ഐഡിയ ഉണ്ടായിന് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തത് കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ നമ്മൾ ചെക്കിയും അതുപോലെ തന്നെ തുളസിയും കൂടിയിട്ട് ഒരു ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഫുള്ളായിട്ട് പുറത്താണ് മിററുള്ളത്. വലിയ കാണിച്ചു തരാം. മാല ഇട്ടിട്ടില്ല, ഒരു സിമ്പിൾ കമ്മൽ ഇട്ടിട്ടുണ്ട്, മുഖത്തൊന്നും ഇട്ടിട്ടില്ല. ഐലൈനറും ലിപ്സ്റ്റിക്കും മാത്രം ഇട്ടിട്ടുണ്ട്, ഒരു പൊട്ടം വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ, അപ്പം അത്രയും പോയിട്ടില്ല. ബൈ. എന്ത് പറഞ്ഞാലും മുകളിലത്തെ കണ്ണാടിയിൽ നോക്കിയാൽ ഈ താഴത്തെ വലിയ മിററിൽ നോക്കാണ്ട് ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും പോയില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അമ്പലത്തിലേക്ക് പോലെ. ഈ ഇവിടുന്ന് നേരെ നമുക്ക് പടിഞ്ഞാറേ നടയിലേക്കും അതുപോലെ തന്നെ കിഴക്കേ നടയിലേക്കും പോകാൻ പറ്റും ഈ ഒരു നവനിധത്തുനിന്ന്. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഇവിടെ ഉള്ളത് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ നേരത്തെ റെഡി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പോയത്. അപ്പോൾ കട ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. പിന്നെ അപ്പോൾ അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതെ അതെ നമുക്ക് മെയിനായിട്ടുള്ള മേക്കപ്പ് നല്ല ഇഷ്ടമായിട്ട്. കാരണം നല്ല സ്കിൻ ടോണിന് ചേരുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തത്. പിന്നെ അമ്പലത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ ഇട്ട് നമ്മൾ നേരെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും പറയണ്ട. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവരെ കാണുന്നെങ്കിലും ഇവർ ഭയങ്കര മിങ്കിളാണ് നമ്മളോട്. അതായത് ഫസ്റ്റ് ടൈം കാണുന്ന പിള്ളേരാണെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അത്രക്ക് നല്ല മിങ്കിളും കാര്യങ്ങളില്ല. നല്ല പിള്ളേർ, ചെറിയ പിള്ളേർ അത്രയും ഇവർ രണ്ടാളും. പിന്നെ അതുമാത്രം നമ്മൾ ചായ കുടിക്കാൻ പോയി. അവിടെ നേരെ ചായ കുടിച്ച് നേരെ ഇവളൊന്ന് ഫ്രഷായി മേക്കപ്പൊക്കെ കളഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ആദ്യം അമ്പലത്തിലേക്ക് പോയി തൂവാൻ വേണ്ടിയിട്ട്. നമുക്ക് അന്നേരം ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ഉള്ളിൽ കയറി തൂവാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായില്ല. തൂവാണ്ട് പോയി കഴിഞ്ഞാൽ മനസ്സിൻ്റെ സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ നേരെ തൊഴുത് റൂമിലേക്ക് എത്തി ഡ്രസ്സ് മാറ്റി പോകാൻ വേണ്ടി നിന്നു. കാരണം ഇവിടുന്ന് 2 മണിയാകുമ്പോൾ നമുക്ക് ഈ റൂം വെക്കേറ്റ് ചെയ്യേണ്ടി, ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ 2 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കേറ്റ് ചെയ്യാൻ നിന്നു. നമുക്ക് പക്ഷേ ഇന്ന് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ഇന്നും തിരിച്ചു വരാൻ പറ്റിയിട്ട് അതുകൊണ്ട് നമ്മൾ അവിടുന്ന് തൃശ്ശൂർ ഫുള്ള് ശോഭാ സിറ്റിയിൽ ആടെയെല്ലാം പോയി കറങ്ങി എൻ്റെ ഏച്ചിൻ്റെ വീട്ടിൽ പോയി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ ട്രെയിനിന് വീട്ടിലേക്ക് വരിക ചെയ്തത്. അപ്പോൾ ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.